പരസ്യങ്ങൾ അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ആദ്യമായി കാണാൻ തുടങ്ങിയ ഒരു പരസ്യത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ? പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കുറേ പരസ്യങ്ങൾ കാണും ഇല്ലേ? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? അതിൽ ചിലപ്പോൾ നമുക്ക് ഈ എന്തെങ്കിലും ഒരു ട്യൂണുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സോങ് ആണെങ്കിൽ അതിൻ്റെ സോങ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു സീനാണെങ്കിൽ അതായിരിക്കും, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് നല്ലതായതുകൊണ്ട് ചിലപ്പം അതിൻ്റെ ബേസിസിലും നമ്മളങ്ങനെ ഓർത്ത് വയ്ക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഓർക്കുന്നവരാണോ വിജയിച്ചത്, ആ പരസ്യം നിർമ്മിച്ച ആളാണോ യഥാർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്നത്, അതോ കമ്പനിയാണോ? ആരാണ് വിജയിച്ചിരിക്കുന്നത്? 3 പേരുണ്ട് അല്ലേ? ഒന്ന് കമ്പനി, രണ്ടാമത് ആ പരസ്യം നിർമ്മിച്ച ആൾ, പിന്നെ നമ്മൾ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരാണ് ജയിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ആ പരസ്യമാണ് നമ്മൾ ഇഷ്ടപ്പെട്ടത് അല്ലേ? ആ പരസ്യത്തിൽ ഒരു പരസ്യം ഉണ്ടാക്കണമെങ്കിൽ അതിന് ഒരുപാട് ഘടകങ്ങൾ വേണം. ഇതെല്ലാം ഏകദേശം നിയന്ത്രിക്കുന്ന ആരായിരിക്കും? അതിൻ്റെ ഡയറക്ടറായിരിക്കും. പിന്നെ അതിൻ്റെ ഒരു തീം ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും അല്ലേ? തീം, അവർക്കും ഒരു പ്രാധാന്യമുണ്ട്. അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ വിജയിച്ച് നിൽക്കുന്നത്. കാരണം അവരുടെ മനസ്സിലെ ആ സങ്കല്പമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അല്ലേ? ഒരു പ്രോഡക്റ്റ് നമ്മൾ കമ്പനിക്കാർ മറ്റൊരു ആളെ ഏൽപ്പിക്കുകയാണ്, നിങ്ങളൊരു പരസ്യം ചെയ്തു തരുമെന്ന് പറയണം. അപ്പം ആ പരസ്യ കമ്പനിയിലെ ഇതിലുമായി ബന്ധപ്പെട്ട വ്യക്തി ഇല്ലേ, അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന 2 വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അവരുടെ ഭാവനയിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഒരാളുടെ മനസ്സിനെ കീഴടക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ പറ്റും, അത് മനസ്സ് വായിക്കുകയാണ്. അവരുടെ മനസ്സ് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു പരസ്യം അവരുണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിൽ ആകൃഷ്ടരാകുന്നത് അല്ലേ? നമ്മളുടെ മനസ്സിനനുസരിച്ചുള്ള, നമ്മളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒന്നാണ് ആ പരസ്യത്തിലുള്ളത്. അതാരുമായി ഇപ്പം അതിൽ അഭിനയിച്ചേക്കുന്ന നടനോ നടിയോ ആയിക്കൊള്ളട്ടെ. അപ്പം അതും ഈ ഡയറക്ടർ അല്ലെങ്കിൽ പരസ്യം നിർമ്മിച്ച ആ വ്യക്തി ശരി, ഓക്കെ, ഇന്ന ആൾ പറ്റും എന്ന് കണ്ടെത്തിയത് അവരിലൊരാളല്ലേ? അപ്പം അവർക്കൊരു പ്രത്യേക ഇതാണ്. അപ്പോൾ അവരാണ് ശരിക്കും നമ്മുടെ മനസ്സിൽ, ആരാന്ന് പോലും അറിയില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തോന്നേണ്ടത് അവർക്കാണ്. അവരാണ് നമുക്കിഷ്ടമുള്ള രീതിയിൽ അങ്ങനെ ഒരു പരസ്യം നിർമ്മിച്ചു തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ പരസ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗമായി മാറിയിരിക്കുകയാണ്. കാരണം പരസ്യമാണ് മനസ്സുകളെ ഇപ്പോൾ കീഴടക്കി വച്ചിരിക്കുന്നത്. ന്യൂസ് ചാനൽ വരെ എന്തോരം പരസ്യമാണ്. എന്തിനാണ് ഈ പരസ്യം? ഇത്രയും പരസ്യം എന്തിനാണ്? ചില ചാനലുകൾ നമ്മൾ പെട്ടെന്ന് മാറ്റി എല്ലാ ചാനലും ഒരുപോലെ ഒറ്റ പരസ്യം തന്നെ എല്ലാ ചാനലും കാണും. ഏതെങ്കിലും ഒരു ചില ഇപ്പം കൂടുതലായിട്ട് നിൽക്കുന്ന 1-2 പരസ്യങ്ങളുണ്ട്. എപ്പോഴും ആ പരസ്യങ്ങൾ കാണും ടി വിയിൽ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എത്ര രൂപ അവർക്ക് ഒരു ദിവസം മിക്കവാറും എല്ലാ ചാനലും നമ്മൾ മാറ്റി നോക്കുമ്പോൾ ഈ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. എത്ര രൂപയായിരിക്കും ഇവർ ഈ പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നത് അല്ലേ? അപ്പോൾ ആ ചിലവായ തുകയെല്ലാം തിരിച്ച് പിടിച്ചെങ്കിലല്ലേ അവർക്ക് ലാഭം ഉണ്ടാവുള്ളൂ. അതും ചിലവായത് മുഴുവനും പിടിക്കണം, പിന്നെ ഈ പ്രോഡക്റ്റ് വിറ്റ് പോകുന്നത് നോക്കണം ഇല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടപ്പോൾ അവർക്ക് അത്രയും സെയിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പം ജ്വല്ലറിയുടെയൊക്കെ ജ്വല്ലറിയുടെ പരസ്യത്തിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെയാണ്. അപ്പോൾ ഇവർക്കൊക്കെ നല്ല എമൗണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു പരസ്യം ചെയ്യുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു കരാറിന് തന്നെ കോടികളാണ് മറിയുന്നത്. അപ്പോൾ ഈ കോടികൾ ഈ ജ്വല്ലറി ഉടമകൾ എവിടുന്ന് കണ്ടെത്തുന്നു? നമ്മളിൽ നിന്നാണ് കണ്ടെത്തുന്നത് അല്ലേ? ഈ പരസ്യത്തിന് ചിലവാക്കിയത് തുകയല്ല, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കാശൊക്കെയാണ് അല്ലേ? അവരൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഇങ്ങോട്ട് ഇറക്കുന്നെങ്കിൽ അതിൻ്റെ പരസ്യം കൂടെ ചേർത്തിട്ടുള്ള തുകയാണ് ആ പ്രോഡക്റ്റിന് വില വരുന്നത്. എത്ര മനോഹരമായ ആചാരങ്ങളെന്ന് പറയുന്നത് പോലെ
കാണുന്നത് നമ്മുടെ കണ്ണ് ചിലവാക്കി നമ്മൾ കാണുന്നു. നമ്മൾ വേറെ എന്തിനെങ്കിലും വേണ്ടി ചിലവാക്കേണ്ട സമയത്ത് നമ്മുടെ കണ്ണിനെ ഇതിനു വേണ്ടി ചിലവാക്കുന്നു അല്ലേ. കാണുന്നു, കറണ്ട് ബില്ല്, ടി വിയുടെ പിന്നെ ചാർജ് ചെയ്യുന്നത് അല്ലേ, അങ്ങനെ നമ്മുടെ വിലപ്പെട്ട സമയം ഇതെല്ലാം മുടക്കി നമ്മൾ തന്നെ കാശ് കൊടുത്ത് നമ്മൾ തന്നെ കാണുന്നതിനും കാശ് കൊടുക്കണം, എല്ലാത്തിനും കാശ്. ഇതെല്ലാം ആരുടെ കയ്യിൽ നിന്ന്? നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ. പിന്നെ ഇതിലൊരു റൊട്ടേഷൻ നടക്കുന്നുണ്ടല്ലോ. എല്ലാ വ്യക്തികളും ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് എന്തായാലും വാങ്ങിക്കും. അപ്പോൾ അവരും ഈ ജ്വല്ലറിയുടെ ഉടമസ്ഥരും അവരും കുറേ പ്രോഡക്റ്റുകൾ ദിവസേന വാങ്ങിക്കുന്നില്ലേ. അതും ഇതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് കൂടെ ചിലവാകുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടും കാര്യമില്ല. എല്ലാവരുടെയും തുകകൾ ഇങ്ങനെ കയ്യിലെ പൈസകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു പല പല സ്ഥലങ്ങളിലേക്ക്, പല പല മാർഗങ്ങളിൽ. എന്തായാലും ഈ പരസ്യം എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഭവം തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ ചില പരസ്യങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ വീണ്ടും ആഗ്രഹിക്കുന്നത്. എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ കുറേ പരസ്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഭീമയുടെ 1-2 പരസ്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് കാണാൻ ഇഷ്ടമാണ്. പണ്ടത്തെ പരസ്യങ്ങളാണ് അതൊക്കെ. അപ്പം പരസ്യങ്ങളും ചിലപ്പോൾ ഒരു ടൈം പാസ്സായി മാറാറുണ്ട്. ശരിയല്ലേ?